ഈ ചതിയന്മാരായ ആളുകൾ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവാം. ചതിക്കരുത്. ചതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കഥ എന്ന് പറയുന്നത്, പണ്ടൊരാള് ഒരു കിണറില്ല, നമ്മുടെ വെള്ളം എടുക്കുന്ന കിണർ വിറ്റു. അത് വിറ്റ് ഒരു കർഷകന് വിറ്റു. വിറ്റതിന് ശേഷം പിറ്റേ ദിവസം കർഷകൻ ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്നപ്പോൾ ഈ വിറ്റ ആള് പറയാണ്, അയ്യോ അത് പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് വിറ്റത് കിണർ മാത്രമാണ്, വെള്ളം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞു. കർഷകൻ കുടുങ്ങി, അയ്യോ ഇതെന്തൊരു പറ്റിക്കലാണിത്, കിണർ മാത്രം കിട്ടിയിട്ടില്ല, വെള്ളം കൂടെ എനിക്ക് വേണ്ടേ. അപ്പൊ പറഞ്ഞു, ഞാൻ വെള്ളം വിറ്റിട്ടില്ല, കിണർ മാത്രമാണ് വിറ്റത്. അങ്ങനെ ഈ വാങ്ങിയ കർഷകൻ കോടതി പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കിണർ വാങ്ങിയപ്പോൾ വെള്ളം കൂടെ പ്രതീക്ഷിച്ചിട്ടാണ്, പക്ഷെ പുള്ളി വെള്ളം എടുക്കരുതെന്നാണ് പറയുന്നത്. എതിർഭാഗം പറയുന്നു, ഞാൻ വിറ്റത് കിണർ മാത്രമാണ്, വെള്ളം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, നീ കിണർ മാത്രമാണ് വിറ്റെങ്കിൽ കിണർ മാത്രമാണ്, പക്ഷെ നിന്റെ വെള്ളം അയാളുടെ കിണറിലാണ് സൂക്ഷിക്കുന്നത്, അങ്ങനെ സൂക്ഷിക്കുന്നതിന് ഡെയിലി വാടക കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇയാൾ കുടുങ്ങി. വീണ്ടും പറയുന്നു, ഇനി അല്ല, വാടക കൊടുക്കൂല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളം കംപ്ലീറ്റ് നിങ്ങൾ എടുത്തിട്ട് പൊക്കോളൂ, അങ്ങനെ എടുത്തു പോയാൽ പിറ്റേ ദിവസം വെള്ളം വരും എന്നുള്ളതാണല്ലോ. എന്നിട്ട് കോടതി അവസാനമായിട്ട് പറഞ്ഞു കൊടുത്തത്, വായിച്ച കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കോടതി പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ, മനഃപൂർവ്വം ഒരു കഥ ഉണ്ടാക്കിയാൽ അതേ നാണയത്തിൽ നിങ്ങൾക്കും തിരിച്ചു വരുന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. Download ShareChat.